നമസ്കാരം. 1 കോടി രൂപ കയ്യിലുണ്ട്. കുറഞ്ഞത് 10 വർഷത്തേക്ക് അതിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഞാനിത് ഒരൊറ്റ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതാണോ അതോ 10ഓ 12ഓ സ്റ്റോക്കുകളിലായിട്ട് നിക്ഷേപിക്കുന്നതാണോ നല്ലത്? ഈയിടെ കുടുംബ ഓഹരി ഭാഗം വെച്ചപ്പോൾ പണം കിട്ടിയ ആളുടെ സംശയമായിരുന്നു ഇത്. ഈ ഓഹരി വിപണി എന്നുള്ളത് ഒരു കടലായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ അതിൽ പല വിധത്തിലുള്ള മീനുകളുണ്ട്. ഈ വമ്പൻ തിമിംഗലവും കൊമ്പൻ സ്രാവും വിലപിടിപ്പുള്ള നെയ്മീനും ചൂരയും മുതൽ അയലയും ചാളയും ചെമ്മീനും ഞണ്ടും കക്കയും വരെ പല വിധത്തിലുള്ള മത്സ്യങ്ങൾ. ഇതിൽ ഏത് മീനിനെ എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കൊച്ചു കൊതുമ്പ് വള്ളവുമായി തിമിംഗലത്തെ വേട്ടയാടാൻ പോകാൻ പറ്റില്ല. അപ്പോൾ സ്രാവിനെയും തിമിംഗലത്തിനെയും ഒക്കെ പിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വൻ കപ്പൽ തന്നെ വേണം. പിന്നെ അതിന് പറ്റിയ മറ്റ് യന്ത്ര സാമഗ്രികളും എല്ലാം വേണ്ടി വരും. ഒറ്റ കോരിൽ ഒരുപാട് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ യന്ത്രവൽകൃത വലകൾ വേണ്ടി വരും. അതുപോലെ ഓഹരി വിപണിയിലും നമ്മൾ പലതരത്തിലുള്ള നിയമങ്ങളും തന്ത്രങ്ങളും ഒക്കെ പാലിക്കേണ്ടി വരും. ഇവിടെ നമ്മുടെ കൈവശം ഇരിക്കുന്ന പണം അത് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് എന്തുമാത്രം നല്ല രീതിയിൽ അത് വിനിയോഗിക്കാം എന്നൊക്കെ നോക്കി വേണം സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ. കയ്യിലിരിക്കുന്നത് 10,000 എങ്കിൽ ആ 10,000 രൂപയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള നല്ല ഓഹരികൾ വാങ്ങാൻ ശ്രമിക്കുക. അല്ല 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 1 കോടിയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ പണം എത്രയുണ്ടെന്നുണ്ടെങ്കിലും അതൊരു വിഷയമല്ല. നിക്ഷേപിക്കാനുള്ള സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലാണ് പ്രത്യേകിച്ച് ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അതെന്തൊക്കെയാണ് നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു 10 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓഹരികൾ പൊതുവെ അവയുടെ മൊത്തം ആസ്തി അനുസരിച്ചിട്ട് ലാർജ്, മിഡ്, സ്മോൾ ഇങ്ങനെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ മൈക്രോ, പെന്നി വിഭാഗങ്ങളിലും ഓഹരികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഓഹരികൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ നൽകുന്ന സേവനം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും തരംതിരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബാങ്കിങ്, ഓട്ടോ, IT, കൺസ്ട്രക്ഷൻ, ഷിപ്പിംഗ് ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇതിനെയെല്ലാം സെക്ടർ എന്നാണ് പറയുന്നത്. ഇനി നിക്ഷേപിക്കാനായിട്ട് ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമതായി നോക്കുന്നത് കമ്പനിയുടെ ബിസിനസ് തന്നെയാണ്. ഇത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കമ്പനി മുഖ്യധാര കമ്പനിയാണോ? ഇന്ത്യയിൽ കൂടാതെ വിദേശത്തും സാന്നിധ്യമുണ്ടോ? നല്ല വിദ്യാഭ്യാസമുള്ള പരിചയസമ്പന്നരായ ആളുകളാണോ ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ? ഇതിന് കേസുകളോ തട്ടിപ്പുകളോ ഒന്നുമില്ലാതെ ക്ലീൻ ആണോ? ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ സർവീസ് എന്താണ്? ഇതൊക്കെ മോണോപോളി സർവീസോ പ്രൊഡക്റ്റോ ആണോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണോ? ഇത്രയും കാര്യങ്ങളൊക്കെ കമ്പനി ബിസിനസ്സിൽ ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളത് മാർക്കറ്റ് ക്യാപിറ്റലാണ്. 1,000 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും മാർക്കറ്റ് ക്യാപിറ്റലുള്ള സ്റ്റോക്കുകളാണ് എനിക്കിഷ്ടം. പിന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂയും പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയും. ഒരു ഓഹരിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്നത് 1.5 താഴെയും PE റേഷ്യോ 30 താഴെയും പിന്നെ അതിൻ്റെ ഇൻഡസ്ട്രി പീക്ക് താഴെയും ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ROE, ROCE, റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഇത് രണ്ടും കുറഞ്ഞത് 20% അതിന് മുകളിലുള്ളതോ ആണെങ്കിൽ വളരെ നല്ലത്. പിന്നെ ഫേസ് വാല്യൂ, ഇതിന് പ്രത്യേക പരിഗണനയില്ലെങ്കിലും ഡിവിഡൻഡ് വരുമ്പോഴാണ് പരിഗണന. 5 അല്ലെങ്കിൽ 10 ആണ് എപ്പോഴും നല്ലത്. പ്രൊമോട്ടർ ഹോൾഡിംഗ്, കുറഞ്ഞത് 50% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള സ്റ്റോക്കാണ് ഞാൻ പരിഗണിക്കാറുള്ളത്. കാരണം പ്രൊമോട്ടർക്ക് വിശ്വാസമില്ലാത്ത കമ്പനിയിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ചില കമ്പനികൾ 0 പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. കാരണം ചില സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഇത് പരിഗണിക്കാൻ പറ്റും. EPS, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയും. വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. EPS 10 മുകളിലെങ്കിലുമുള്ള കമ്പനികളാണ് എപ്പോഴും നല്ലത്. ഡെബിറ്റ് ലെവൽ, 0 ഡെബിറ്റുള്ള കമ്പനിയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ DE റേഷ്യോ 0.5 താഴെയെങ്കിലും എന്നതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ സ്വീകാര്യമായ ലെവൽ. സെയിൽസ്, എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണിത്. വിൽപ്പനയ്ക്ക് ക്രമാനുഗതമായ വളർച്ചയും അതിനനുസരിച്ചിട്ടുള്ള ലാഭവും അത് മൊത്തം ചെലവുകളേക്കാൾ വളരെ കൂടുതലും ആയിട്ടുള്ള കമ്പനികളെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. പിന്നെ ക്യാഷ് ഫ്ലോ, അത് പോസിറ്റീവായിരിക്കണം. ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എപ്പോഴും പോസിറ്റീവായി നിലനിൽക്കുന്നതാണ് നല്ലത്. മാത്രമല്ല എല്ലാ വർഷവും
പിന്നെ 5-10 വർഷങ്ങളിലുമൊക്കെ ഇത് പോസിറ്റീവായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തു വന്നാൽ പിന്നെ അടുത്ത പടി അതിൻ്റെ യഥാർത്ഥ മൂല്യം അഥവാ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുകയും കൃത്യസമയത്ത് അത് വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞില്ല, ഇത് ഒരു സ്റ്റോക്ക് സെലക്ഷൻ്റെ കാര്യം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കടമ്പകൾ കിടക്കുന്നുണ്ട്. ഇനിയുള്ള പ്രധാന കടമ്പ എന്നുള്ളത് ഡൈവേഴ്സിഫിക്കേഷനാണ്. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ മൊത്തം പണം നിറക്കുക എന്നുള്ളതല്ലല്ലോ നിക്ഷേപം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുകയും ആ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുകയും വേണം. എന്നുവെച്ചാൽ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കണം എന്ന്. നമ്മുടെ പണം പലവിധ സെക്ടറുകളായി തരംതിരിച്ച് വേണം നിക്ഷേപിക്കാൻ. അതിന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന, ഭാവിയിൽ അങ്ങനെ കാഴ്ചവെക്കുന്നത് തുടരുന്ന സെക്ടറുകൾ തിരഞ്ഞെടുത്ത് ആ സെക്ടറുകളിൽ അതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഓഹരികൾ കണ്ടുപിടിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ. എന്നിട്ട് ആ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ.